ഓക്കെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചാറ്റ് ജി പി ടി ആണ് എടുത്തിരിക്കുന്നത്. ചാറ്റ് ജി പി ടിയിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ അജണ്ട. ഓക്കെ, സ്റ്റുഡൻറ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് സംഭവം. ഇതിൽ ഞാൻ പി പി ടി ആക്കിയിട്ട് കൊടുത്തു. അത് പി പി ടി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് പി പി ടി ആക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് എ പവർ പോയിന്റ് സ്ലൈഡ് പ്രസന്റേഷൻ കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് എന്താണോ ഇതാണ് ഇപ്പൊ എന്റെ കണ്ടന്റ്. ഓക്കെ, ഇവിടെ നിന്നാണ് എന്റെ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റുഡന്റ് എക്സലൻസ് വർക്ക്ഷോപ്പ് ആണ്. 10:30 ആണ്. ആരൊക്കെ ട്രെയിനേഴ്സ് എവിടെയാണ് വേണത്. 10:30 ഇതാണ്, 10:45 ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ കണ്ടന്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ ജസ്റ്റ് പി പി ടി ആക്കി തരുമോ എന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അവരെന്താ ചെയ്യുക വെച്ചാൽ ഓക്കെ സെഷൻ എക്സ്പയർഡ് ആയി, അതുകൊണ്ട് നമുക്കത് കിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ക്രിയേറ്റ് പവർ പോയിന്റ് പ്രസന്റേഷൻ കൊടുത്തിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആദ്യം അടിച്ചു കഴിഞ്ഞാൽ അത് ആക്കുണ്ടോ ഇല്ലയോ നോക്കാം നമുക്ക്. ആവുന്നില്ല. ശരി പോട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ സമയം കളയണ്ട. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരെ പോണു. ഇതിൽ നമുക്ക് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ അതിനൊക്കെ അങ്ങനെ സെലക്ട് ചെയ്യാം. ഇതൊന്നും വേണ്ട. ഓക്കെ, സർട്ടിഫിക്കറ്റ് അപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാൻ അതങ്ങനെ കോപ്പി ചെയ്യണം. എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് വേറൊരു സോഫ്റ്റ്വെയറിൽ ചെയ്യുമ്പോൾ യൂഷ്വലി എന്താ ഉണ്ടാവുക ചോദിച്ചാൽ പ്രോപ്പറായിട്ട് ഒന്നും വരില്ല. അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നോട്ട് പാഡിലാണ് ഇത് പേസ്റ്റ് ചെയ്യുക. നോട്ട് പാഡിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റിംഗ് ഇല്ലാണ്ടാണ് സംഭവം വരിക. ഓക്കെ, ഏറ്റവും സുഖം ചെയ്യാൻ അതായിരിക്കും. അല്ല, ഇതിങ്ങനെ വന്നു. ഇതിൽ നോക്കൂ, അതൊന്നുമില്ല, മനസ്സിലാവുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് സുഖമാണ് ചെയ്യാൻ, സുഖമായിരിക്കും. ഇനി ആദ്യം ചെയ്യേണ്ട പണികൾ നമുക്ക് 2-3 കാര്യങ്ങളാണ്. ഇപ്പോ നമുക്ക് ബേസിക്കലി ഇങ്ങനത്തെ ട്രെയിനിങ്ങിന് വേണ്ട പിക്ചേഴ്സ് എവിടെ നിന്ന് എടുക്കേണ്ടത് ചോദിച്ചാൽ പ്രൊഫഷണൽ പിക്ചേഴ്സ് വേണമെങ്കിൽ PEXELS.com ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ പിക്ചേഴ്സും, നമുക്ക് ടൈം മാനേജ്മെന്റ് ഇല്ല, ഇന്റർവ്യൂവോ ട്രെയിനിങ്ങോ എന്ത് വേണം പറഞ്ഞാലും അതെ ഇതിൻ്റെ അകത്ത് ആ ഫോട്ടോസ് മൊത്തം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ പിക്ചർ കൊടുക്കുക അവിടെ. ഓക്കെ, അത് ഏത് പിക്ചറാണ് വേണ്ടത് പറഞ്ഞാൽ ആ പിക്ചറിന് പേര് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് നോക്കാം, ഇതിവിടെ തുറന്നിരിക്കട്ടെ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും എന്താ വെച്ചാല് നമ്മള് പവർ പോയിന്റ് എടുക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് നമ്മൾ നെറ്റിൽ പോയിട്ട് ഒന്നും ഡൗൺലോഡ് ചെയ്യരുത്. അത് പറഞ്ഞാൽ ഈ ആപ്പുകളിലൊക്കെ പോയിട്ട് നമ്മൾ പവർ പോയിന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ടാലന്റ് എല്ലാം ഓർത്ത് നമ്മൾ റെഡിമെയ്ഡ് സാധനങ്ങൾ യൂസ് ചെയ്യും. അതേ സാധനം പവർ പോയിന്റിന്റെ അകത്ത് കിട്ടുമ്പോൾ നമ്മളതിനെ വേറെ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മോർ തീംസ് എന്നൊരു സാധനമുണ്ട്. നെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ പവർ പോയിന്റ് ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. അതിൽ പ്രസന്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസന്റേഷൻ സ്റ്റൈൽ വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ആ സ്റ്റൈൽ ചൂസ് ചെയ്ത് അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റൈലാണ് ഇതിൽ വേണ്ടതെങ്കിൽ, കാരണം ഓരോരോ എന്താ പറയാ നമ്മള് പവർ പോയിന്റിന് വേർഷൻസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഏതാ വേർഷൻ എനിക്ക് തന്നെ ഓർമ്മയില്ല. അതായത് 2019 ആണോ 2023 ഉണ്ട്. അങ്ങനെ നമുക്ക് കുറെ ടൈപ്പ് ഉണ്ട്. ഇതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ വെച്ചാൽ തീംസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ചാർട്ട്സ് ഉണ്ട്, ഡയഗ്രാം ഉണ്ട്. അതിൽ ഏത് സ്റ്റൈലാണ് വേണ്ടത് പറഞ്ഞാൽ നമുക്ക് ആ സ്റ്റൈല് നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് ഇൻസ്പിറേഷണൽ മോഡൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, 4 MB ആണ് ഇതിന്റെ സൈസ്. നമ്മളിവിടെ ക്രിയേറ്റ് അമർത്തിക്കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് വരും. ഞാൻ ക്രിയേറ്റ് അമർത്തി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അഥവാ നെറ്റ് സ്ലോ ആണെങ്കിൽ ഈ സാധനം വർക്കാവില്ല. ഓക്കെ, 2 സ്ലൈഡാണ്, അപ്പൊ ഇത് നമുക്ക് വേണ്ട.
ക്ലോസ് ചെയ്യാം. അതിലിപ്പോ അടുത്തടുത്ത് ഓക്കെ. ഡയഗ്രാംസ് ഉണ്ട്, ബിസിനസ്സിൽ കാണാം നമുക്ക്. ഓക്കെ, കുറെ ടൈപ്പ് ഉണ്ട്. ഏതെടുക്കുക? ഇതിൽ കുറെ വെറൈറ്റി ഉണ്ട് കണ്ടോ. നമുക്ക് ആ ബട്ടർഫ്ലൈയുടെ ഒരു സാധനം ഞാൻ കണ്ടിരുന്നു. ഇത് 12 MB ആണത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവം നോക്കാം. ഓക്കെ, ഇതിപ്പോ ബേസിക്കലി നമുക്കിപ്പോ വേണ്ടത് എന്താ വെച്ചാല് ക്ലിക്ക് ചെയ്ത് നോക്കുക. കണ്ടത് ഇമേജ് ആണ് കണ്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇമേജസ് എങ്ങനെ ഉണ്ടാക്കാം, അത് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടില് ട്രാൻസ്പെറന്റ് ആയിട്ട് വരണം. ഇതൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പ് പോലത്തെ സോഫ്റ്റ്വെയർ തന്നെ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. ഓക്കെ, ഇത് ശരിയല്ല. നമുക്കിപ്പോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഒന്നും കൂടി ഞാൻ പ്രസന്റേഷൻസിൽ പോയിട്ട് നമുക്ക് എപ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈല് വേണ്ടതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് വേണ്ട ഇതെടുക്കാം. ഇതിൽ കണ്ടോ കുറച്ചുകൂടി രസമുണ്ട് കാണാം. അപ്പൊ നമുക്ക് ഈ ഫോട്ടോസ് ഒക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂവിന്റെ സംഭവം നന്നായിട്ട് വരും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതാണ് ക്ലോസിലൂടെ. ഓക്കെ, ഈ പിച്ച് ഡെക്കിന് പകരം നമ്മൾ എന്താ ചെയ്യുക വെച്ചാല് നമ്മൾ നമ്മുടെ ഓക്കെ, നമുക്ക് വേണ്ടത് സ്റ്റുഡന്റ് എൻവോൾവ്മെന്റ് വർക്ക്ഷോപ്പാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് അല്ലേ. അപ്പൊ നമ്മൾ അതിനോട് കട്ട് ചെയ്യും. കാരണം അവരിവിടെ മാറ്ററിന് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാലോ. ഒരിക്കലും ഇതിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതിവിടെ കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ചില സമയങ്ങളിൽ ചില സ്ലൈഡ് നമുക്ക് ഇഷ്ടമാകും. അപ്പൊ ആ സ്ലൈഡിനെ ബേസ് ചെയ്തിട്ട് വേണം ബാക്കി എല്ലാതും ചെയ്യാൻ. ഇതിപ്പോ കണ്ടോ വളരെ വലുതായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാല് ഇതിന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഈ ഫോട്ടോ ഇത്രയ്ക്ക് വലുത് വേണ്ട, ഈ ഫോട്ടോ ഡേറ്റ് വേണം. അങ്ങനെ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേണ്ട, ഇതിനൊക്കെ ഡേറ്റ് വേണം. ഈ സാധനം ഫോണില്ല, വേണ്ട ബാക്ക്ഗ്രൗണ്ടാണ്. ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്താ വെച്ചാൽ വ്യൂവിൽ പോവാം, അവിടെ സ്ലൈഡ് മാസ്റ്ററിൽ കയറുക, കാണാം ഡേറ്റ് കയറുക. ഈ സ്ലൈഡ് മാസ്റ്ററിലാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുക. ഓക്കെ, എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സ്റ്റുഡന്റ് എന്ന എൻഹാൻസ്മെന്റ് വർക്ക്ഷോപ്പിന് കൊടുത്തു. ഓക്കെ, ഇതിലിപ്പോ എനിക്ക് എന്താ വേണ്ട വെച്ചാൽ ഇതൊന്നും വേണ്ട, ഡേറ്റ് ഞാൻ നമുക്ക് ടെക്സ്റ്റ് വേണം, ഇതിൻ്റെ അകത്ത് ടൈപ്പ് വേണ്ടത്. ഞാൻ എന്ത് വെച്ചാൽ ഇതിനെ കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു. എന്തിനാ ചോദിച്ചാല് എനിക്ക് ക്യാപ്ഷൻ നമ്മുടെ തീമിൻ്റെത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ സ്റ്റുഡൻസിന് നമ്മളത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യണമെന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാപ്ഷനുകൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് വെച്ചു. അപ്പൊ ഒരിക്കൽ ഇത് വരയ്ക്കുള്ളതായി കഴിഞ്ഞാൽ എനിക്ക് സ്കിൽ എൻഹാൻസ്മെന്റ് ആണ് വേണ്ടത്, സ്റ്റുഡന്റ് സ്കിൽ എൻഹാൻസ്മെന്റ് ആണ് വേണ്ടത്. ഞാൻ എന്താ ചെയ്തിട്ട് ഞാനിത് അങ്ങനെ എടുക്കും, കോപ്പി നേരെ ഞാൻ അപ്പഴേ പറഞ്ഞ എക്സൽസ് പറഞ്ഞ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഞാൻ പേസ്റ്റ് ചെയ്യും ഈ സാധനത്തിന്. എന്നിട്ട് എൻ്റർ അടിക്കുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, എൻഹാൻസ്മെന്റിന്റെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതിൽ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ അങ്ങനത്തെ വല്ല പിക്ചേഴ്സ്, അത് പറഞ്ഞാൽ ഓറിയന്റേഷൻ പിക്ചേഴ്സ് ഏതാ വരണം നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വേണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പ്രൊഫഷണൽസിന്റെ ഫോട്ടോ എടുക്കാം.
കാരണം ചില സമയത്ത് ചിലത് മാച്ച് ആവില്ല. അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസ് നോക്കുക. നമുക്ക് വേണ്ടത് കുത്തനെയുള്ള ഫോട്ടോ ആണ് അല്ലേ? നമുക്ക് വേണ്ടത് ഇന്നത്തെ ഫോട്ടോ ആണ്. ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക, ഇവിടെ കൊണ്ടുവരിക, പേസ്റ്റ് ചെയ്യുക. ഒരിക്കൽ ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഈ കളറും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം മാച്ച് ആവും. അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, അപ്പൊ എനിക്കിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം പിക്ചറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്ക്, ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. പിക്ചറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ പിക്ചർ ഫോർമാറ്റ് വരും. ഈ പിക്ചർ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ ഇനി ക്രോപ്പ് പോകുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ സ്ക്രീനിന്റെ ഇത്ര ഭാഗവും ഇയാളുടെ ഇത്ര ഭാഗമായിട്ട് നമ്മളങ്ങനെ ക്രോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എന്താ കുഴപ്പം നോക്കൂ, എൻ്റെ അപ്പോഴും ശരിയായിട്ടില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെയാ വേണ്ടത്? നമുക്ക് ഇത്രയ്ക്കേ വേണ്ടത് അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനത്തെ ഏരിയകളിൽ നമ്മൾ ആ സ്ക്രീനിന്റെ ഒരു ഇത്ര ഭാഗമാണ് ക്രോപ്പ് ചെയ്യും, അയാളുടെയും ഒരു ഇത്ര ഭാഗമാണ് ക്രോപ്പ് ചെയ്യും. കാരണം നമുക്ക് ഹൈലൈറ്റ് രണ്ടുപേരും വേണം അല്ലേ? അപ്പൊ ഇപ്പൊ നോക്കൂ, ഇനി ഇവിടെ ഫോണ്ടിന് ഹൈലൈറ്റ് ഇല്ലെങ്കിൽ, ഫോണ്ട് വേണ്ട, ഫോണ്ട് സുഖമില്ലെങ്കിൽ, അല്ലെങ്കിൽ കളർ രസമില്ലെങ്കിൽ, ഈ ഫോട്ടോയിലുള്ളൊരു കളർ പിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതുണ്ട്, ഐ ഡ്രോപ്പർ ഉണ്ടാവും. ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്ത് നമുക്ക് ഈ കളറൊക്കെ സെലക്ട് ചെയ്യാം. ഇപ്പൊ നോക്കൂ, ഒരു മാച്ചിങ് ഏതാണോ നമുക്ക് തോന്നുന്നത് അതിലേക്കാണ് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇനി ഇതിപ്പോ ഭയങ്കര വലുതാണ്. ഈ ഫോൺ സൈസ് 24 ആണ്, ഈ ഫോൺ സൈസും 24 ആണ്. നമുക്ക് ഇത്രയ്ക്ക് വേണ്ട. നമ്മള് അതിനെ ഞങ്ങളൊരു 18 ആക്കുക. റൈറ്റ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് എന്ന് തോന്നണമെന്ന് പറഞ്ഞാൽ ആ സ്ലൈഡിലേക്ക് ഇതിപ്പോ കണ്ട നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് വരുന്ന സാധനം കണ്ട. അപ്പൊ എനിക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് ഈ കളർ കളഞ്ഞ് ഇതിൽ ടെക്സ്റ്റിനകത്ത് തന്നെ ഹൈലൈറ്റ് ഇടണം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളയാം. അതാണ് ഇവിടെ കണ്ടത്. ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല, കളയാം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതും നമ്മൾ നന്നായിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാക്കിയുള്ള എല്ലാതും ഡേറ്റ് ചെയ്ത്, കാരണം നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ രണ്ട് ടൈപ്പ് സ്ലൈഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് വലിയ കാണാൻ വലിയ കുഴപ്പമില്ല. കണ്ട എങ്ങനെയാ അവർ ചെയ്യണതാണ്. ഇങ്ങനെയാണ് ഇത് കോപ്പി അടിക്കാൻ വേണ്ടി ഞാൻ എടുക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് കൂടുതലായിട്ട് നമുക്ക് മെനക്കെടേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലാത്ത എല്ലാം ഞാൻ കളയും. ഒരു താങ്ക് യു സ്ലൈഡും നമുക്ക് വേണം, അല്ലാത്ത സമ്മറി സ്ലൈഡും വേണം, ഒരു താങ്ക് യു സ്ലൈഡും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാതും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ പേജിലും പോയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളയാം. ഫോർ എക്സാമ്പിൾ ഇതാണ് കറണ്ട് ഡേറ്റ്, നമുക്ക് ആവശ്യമില്ല. ഇത് ഓൾറെഡി ആ തീമിൽ ഉണ്ടായതുകൊണ്ട് അതിലുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് പേജിൽ ആ സാധനമില്ല. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാ വെച്ചാല് നമ്മളെ നെക്സ്റ്റ് സ്ലൈഡ് തന്നെ നോക്കാം. ഈ ഇൻസേർട്ട് മെനു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഐസ് ബ്രേക്കർ സ്വിച്ച്. ഓക്കെ, ഐസ് ബ്രേക്കർ ആക്ടിവിറ്റി ക്വിക്ക് സെൽഫ് റിലേഷൻ അല്ലേ, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇത്രയും സാധനമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഇതിനെ ഡേറ്റിൽ തന്നിട്ട് ഈ അബൌട്ട് ടെസ്റ്റിന് പകരം
ഈ അബൌട്ട് അസിന് പകരം ഇതെങ്ങനെ വരണം നമ്മളൊന്ന് നോക്കുക ഒന്നും കൂടിയിട്ടൊന്ന് അല്ലേ. വെൽക്കം ടു ഐസ് ബ്രേക്കർ ആക്ടിവിറ്റി. അപ്പോൾ ഈ അബൌട്ട് അസിന് പകരം നമുക്ക് വേണ്ടത് ഐസ് ബ്രേക്കർ ആക്ടിവിറ്റിയാണ് പേര്. എത്ര മണിയെന്നാ ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടിൽ ഇവിടെ ആക്കി വെക്കും. ഓക്കെ, അതുകൊണ്ട് അത് മറ്റുള്ളവർക്കൊന്നും കാണില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ സ്ലൈഡും ഒരേ സ്ഥലത്ത് നിന്ന് തുടങ്ങുന്നത് ഒരേ സ്ഥലത്ത് അവസാനിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഗൈഡ് ലൈൻസ് ആണ്. അതിനാൽ നമുക്ക് അവിടത്തേക്ക് വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു ലൈനിൽ വ്യൂവിൽ പോവാ, അവിടെ ഗ്രിഡ് ലൈൻ സൗണ്ട് ചെയ്ത് നമ്മുടെ ലൈൻ കണ്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനി മുതൽക്ക് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ, അത് എങ്ങനെയാലും വേണ്ടില്ല, നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ വെൽക്കം ടു ഐസ് ബ്രേക്കർ ആക്ടിവിറ്റി. വെൽക്കം. നമ്മള് വെൽക്കം വേണ്ട, നമ്മൾ ഐസ് ബ്രേക്കർ ആക്ടിവിറ്റി മാത്രമാക്കി മാറ്റുക. ഓക്കെ, എനിക്ക് ഇതെല്ലാം കൂടി ഒരു ലൈനിൽ ഒഴുകുന്ന പോലെ സൈസ് മതി. കാരണം വളരെ വലിയ സൈസാണ് നമുക്ക് വേണ്ട, 44 വേണ്ട, നമുക്കൊരു 36. ഓക്കെ, ആദ്യത്തെ സ്ലൈഡിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ, പിന്നെ എല്ലാ സ്ലൈഡും നമ്മൾ ചെയ്യണ പോലെ ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമുക്ക് പിക്ചർ വേണ്ട, വ്യൂവിൽ ആദ്യം പോവാ, സ്ലൈഡ് മാസ്റ്റർ വ്യൂവിൽ പോവാ, ആവശ്യമില്ലാത്ത സാധനത്തെ ഡേറ്റുകളെ ശ്രദ്ധിച്ചു. ഇവിടെ ഒരു ഇഷ്യൂ വന്നു അല്ലേ, നമുക്ക് വേറൊരു കളറാണ് ഇവിടെ വേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഇതിൽ പോവാ, ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പോവാ, ഇവിടെ ഈ കളറാണ് സെലക്ട് ചെയ്യുക. അപ്പൊ ഈ കളർ സെലക്ട് ചെയ്ത് ഇതിന്റെ വാല്യൂ കിട്ടും നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ കളർ, ടാൻ ആണ് ഈ കളറിന്റെ വാല്യൂ. ഓക്കെ, അത് മോർ കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടാനിന്റെ വാല്യൂ കിട്ടും. ഇത് കോപ്പി ചെയ്ത് വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഇവിടെ നമുക്ക് ഇത്രയ്ക്ക് വലിയൊരു പിക്ചർ വേണം, വന്നേ പറ്റൂ, ഇല്ല പറഞ്ഞാല് വരാത്ത കേസാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മളെ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്സിൽ പോയിട്ട് ഇവിടെ നിർത്തിട്ട് അല്ലേ, ഇത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ഉണ്ട്, നോ ലൈൻ കൊടുക്കാം. ഇവിടെ അത് വന്നു. ഇനിയിപ്പോ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ നമുക്ക് എഴുതാൻ പറ്റും മാത്രം. ഓക്കെ, നമ്മൾ എന്തൊക്കെ ചെയ്യണേ, ഈ മൂന്നെണ്ണം മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ, വേറൊന്നും ഇവിടെ ആവശ്യമില്ല. പേസ്റ്റ് ചെയ്തു. ഓക്കെ, വേണ്ട ഫോൺ സൈസ് വേണ്ട. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടാത്ത സൈസ് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ സൈസ് നമ്മൾ 12 ആണ്. ഓക്കെ, പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ അമർത്തുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ സൈസ് 12 ആക്കുക, ഇതാണ് കൊടുക്കുക. ഓക്കെ, ഇത് ശ്രദ്ധിച്ചത് വളരെ ചെറുതായിട്ടേ വരും. അപ്പൊ നമ്മള് ഷിഫ്റ്റ് F5 അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈസ് കാണാൻ പറ്റും. ഇത് ചെറുതാണ്. അപ്പൊ നമുക്കൊരു കാര്യമില്ല, 12 പോലെ നമുക്കൊരു 14 വേണ്ടി വരും. അതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിനെടുത്തിട്ട് ഏകദേശം ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ലൈനിന്റെ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വയ്ക്കണം. ഓക്കെ, ഇനി ഷിഫ്റ്റ് F5 ഒന്നുകൂടെ അമർത്തി നോക്കാം. കണ്ടോ, ഇത്രയും വലുതായിട്ടാണ് നമുക്ക് വരിക. ഇത് നമുക്ക് വേണ്ട, പോരാ എന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയിട്ട് സൈസ് കൂട്ടുക. 14 മാറ്റിയിട്ട് 18 ആക്കുക. ഭയങ്കര വലുതാകുമല്ലോ, നമുക്ക് നോക്കാം. ഓക്കെ, ഷിഫ്റ്റ് F5 അമർത്തി നോക്കൂ, കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മൾ വല്ല പ്രൊജക്ടുകളൊക്കെ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ സൈസ് മാറും.
ഈ ഐസ് ബ്രേക്കറിന് വെറുതെ നമുക്കൊന്ന് തപ്പി നോക്കാം മറ്റേ ഇതില്. ഓക്കെ, കാരണം എന്താ വെച്ചാല് നമുക്ക് ഇഷ്യൂ എന്താ വെച്ചാല് ഗൂഗിളിൽ പോയിട്ട് ചിലപ്പോൾ തപ്പിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺസ് നമുക്ക് ഇഷ്യൂസ് വരും. ഓക്കെ, ഐസ് ബ്രേക്കർ വേറെ ഐസ് ബ്രേക്കർ ഐസ് ബ്രേക്കർ ഇങ്ങനെ കിട്ടാത്ത സമയത്ത് ഐസ് ബ്രേക്കർ ആക്ടിവിറ്റിന്റെ അടുത്ത ഓപ്ഷൻ പബ്ലിക്. അപ്പൊ നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസ് വേണ്ട, ജനറൽ ഫോട്ടോസാണ് ഇതിലിപ്പോ കണ്ട. ഇതിപ്പോ സ്റ്റേജും ഇതൊക്കെയാണ്. നമുക്ക് ഇങ്ങനത്തെ മതിയെങ്കിൽ എടുക്കാം. അല്ല വന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് താഴെ പോയി കഴിഞ്ഞാൽ അതിന്റെ തന്നെ കുത്തനെ വരുന്ന ഫോട്ടോസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിൽ ഏതാ കിട്ടുക നമ്മൾ നോക്കാം. ഇതാ ഫോർ എക്സാമ്പിൾ ഇത് നോക്കൂ, കുത്തനെയുള്ള ഫോട്ടോ. ഇത് ആദ്യം ഓപ്പൺ ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ഒന്നും ചെയ്ത് വെറുതെ ഒരു സ്ഥലമൊന്നും കളയരുത് കേട്ടോ. അതുകൊണ്ടാണ് ഈ കോപ്പി പേസ്റ്റ് ഞാൻ പറയുന്നത്. എന്താ ചെയ്യേണ്ടത്, ഞാൻ കൊണ്ടുവന്നു ആപ്പ് നോക്കിയപ്പോ ഇത് നീങ്ങുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. ഇപ്പൊ നോക്കും, ഇനിയിപ്പോ എഫ് ഐ അടിക്കും. ഇത് കണ്ട സ്റ്റുഡൻറ് സ്കിൽ അനൗൺസ്മെന്റ് വർക്ക്ഷോപ്പ് സക്സസ് ബി കരിയർ റെഡി. ടൈം കൊടുത്ത് നമ്മൾ ഇതും നോക്കും ഇല്ലേ. ഇത് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം. ഈ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഇവിടെ ഒരു ഭയങ്കര ഒരു അപാകതയുണ്ട്. ഇത് ഇവിടെ ബ്ലാക്ക് കാണുന്നുണ്ട്, പക്ഷെ ഇവിടെ എന്താ ഈ കളർ ഭയങ്കര ബോറായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാച്ചാൽ അങ്ങനത്തെ കേസുകൾ നമ്മൾ ഇത് ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ലൈൻ മാത്രമാക്കുന്നു. ഓക്കെ, അപ്പൊ കാണുമ്പോൾ കുറച്ചുകൂടി രസമുണ്ടോ. ഇത്ര കട്ടി വേണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ കുറച്ചുകൂടി കട്ടി കുറയ്ക്കാം. ഇത് കണ്ട ചാടുന്ന കണ്ട ഒരു സ്ഥലം എത്തുമ്പോൾ ചാടുക, അങ്ങനത്തെ സാധനങ്ങൾ ആക്കാൻ വേണ്ടി നമ്മുടെ വ്യൂവിൽ പോയിട്ട് സ്നാപ്പ് ഉണ്ടാവും എവിടെയെങ്കിലും. സ്നാപ്പ് അല്ലെങ്കിൽ ഉണ്ടാവണം. ഓക്കെ, ശരി, അതല്ലെങ്കിൽ പോട്ടെ. ഓക്കെ, ഓക്കെ, കുറച്ചുകൂടി ഞാൻ കുറച്ചിട്ടുണ്ട്. ഓക്കെ, വേണം നമുക്ക് ഇതിനെ കുറച്ചുകൂടി വലുതാക്കാം, കാരണം ഇത് ഭയങ്കര ബ്ലാങ്ക് ഫീൽ ചെയ്യണം. ഓക്കെ, നമുക്ക് 18 മാറ്റിയിട്ട് 20 ആക്കാം. എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് ടെക്സ്റ്റേ ഉള്ളൂ എല്ലാ പേരിലും അല്ലേ. എന്നിട്ട് ഈ ലൈനിന്റെ സെന്ററിലേക്ക് ഏകദേശം കൊണ്ടുവരാം. ഓക്കെ, ലൈനിന്റെ സെന്റർ ഏകദേശം ഇപ്പൊ നോക്കൂ അല്ലേ. നമ്മുടെ സ്ലൈഡ് വിൽ ലുക്ക്, കാരണം എല്ലാവരും അത് നമ്മൾ ടെക്സ്റ്റിലേക്ക് നോക്കണം, നമ്മുടെ സ്ലൈഡിലേക്ക് നോക്കണം. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമുക്ക് വേണമെങ്കിൽ ഈ പേജുകളൊക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാ പേജും ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഇനി നമ്മുടെ പണി കഴിഞ്ഞു. ഇനി എന്താണ്, വേഗം തീർക്കാൻ പറ്റും നമുക്ക് അല്ലേ. ഈ പരിപാടി കഴിഞ്ഞ അടുത്തതാണ് സെഷൻ 1 അല്ലേ. ഇഗ്നൈറ്റ് ദ ഫയർ, മോട്ടിവേഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ്. എത്രണ്ട് ആക്ടിവിറ്റി ആയിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് ഇത് തൊട്ടിട്ട് ഇതങ്ങനെ കോപ്പി ചെയ്യണം. ഞാനിത് അവിടെ അങ്ങനെ പേസ്റ്റ് ചെയ്യണം അല്ലേ. ഇതിപ്പോ എല്ലാം ബുള്ളറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആണല്ലോ. പക്ഷെ നമുക്ക് ഇത് ബുള്ളറ്റ് അല്ല, സെഷൻ 1. ഈ സെഷൻ 1 എന്നുള്ളത് വേണ്ട, അത് ചാറ്റ് ജിപിടിയിൽ തന്നാണ്. ഓക്കെ, ഞാൻ ഇതിനെ മാത്രം കട്ട് ചെയ്യണു, ഇതിനെ എടുത്തിട്ട് ഇവിടെ ഇടുന്നു, ഞാൻ അതിനെ എടുത്തിട്ട് ഇട്ടു. ഓക്കെ, പഠിച്ചു നോക്കുക, നമ്മുടെ നാട്ടിൽ ഈ ഭാഗത്ത് തുടങ്ങിയത് അല്ലേ. ഇതും അതേപോലെ അവിടെ നിന്ന് തുടങ്ങണം. അപ്പൊ എങ്ങനെ ചെയ്യും. ഓക്കെ, മോട്ടിവേഷൻ ഗോൾസ്.
ഇത് കഴിഞ്ഞാൽ ഇത് എവിടുന്ന് തുടങ്ങിയത് ഈ ലൈനിന്റെ അകത്താണ്. പക്ഷെ ഇതിലിപ്പോ എന്താ വെച്ചാല് നമുക്ക് കുറെ മാറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാല് ഇവിടെ കൊണ്ടുവന്ന് നോക്കും. ഓക്കെ, നമുക്കിവിടെ ഗ്യാപ്പ് കണ്ട കൂടിക്കണം കണ്ട. അപ്പൊ ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഗ്യാപ്പ് കുറയ്ക്കും. ഇനി ഇവിടെ മോട്ടിവേഷണൽ ഗോൾ സെറ്റിംഗ് ആണ്. അപ്പൊ ഈ ഫോട്ടോ കളഞ്ഞിട്ട് ഈ ഗോൾ സെറ്റിങ്ങിന്റെ വല്ല ഫോട്ടോ ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഗോൾ സെറ്റിങ് ടാർഗറ്റ് ഏതായാലും വേണ്ടില്ല, ഇതെടുക്കാൻ ശരിക്കാണ്. ഇത് കണ്ട് നമ്മുടെ കളറിനെ മാച്ച് ചെയ്തിട്ട് വരുന്ന സാധനമാണ്. ഇട്ട് നോക്കട്ടെ. വേണ്ട, കാരണം വെച്ചാൽ എഴുത്താവണോണ്ട് ആൾക്കാർക്ക് ശ്രദ്ധ കുറയും ഭയങ്കര. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാല് പഠിച്ചു നോക്കിയോ. അപ്പൊ നമുക്ക് വര ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അങ്ങനത്തെ കേസിൽ ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ ഇട്ടിട്ട് കളയും. ഇത് എത്ര കേട്ടോ. നമുക്ക് ഈ ഇമേജിനാണ് ഇതാണ്, ഇത്രേ ഉള്ളൂ, ഇത്ര തിൻ ലൈനാണ്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാല് ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ക്രോപ്പ് നമ്മൾ ഇവിടെ കണ്ട ഇത് ഓഫ് ചെയ്ത് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണത്. ഓക്കെ, നോ ഇവിടെ ഇപ്പൊ ഭയങ്കര കൺജസ്റ്റഡ് ആയി തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ പോയിട്ട് നമുക്ക് അതിനത് എങ്ങനെ. ഓക്കെ, എല്ലാതും സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താ വെച്ചാൽ ആ കൺജഷൻ പോകുന്നു. ഇതിന്റെ പേരാണ് ലൈൻ സ്പേസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാകുമ്പോ നമ്മള് സംഭവം കാണാൻ നന്നാവും. നമുക്ക് ആദ്യം മൊത്തം നോക്കാം. 1 2 3 കണ്ടോ. ഇതാകുമ്പോ എന്താ വെച്ചാല് സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ മൂന്നാമത്തേതാണ് റൈറ്റ്. റെസ്യൂമേ റൈറ്റ്. ഫസ്റ്റ് ഇംപ്രഷൻ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, അതേ സ്ഥലത്ത് തന്നെ വരുള്ളൂ, നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ഇത് മൊത്തം എടുത്ത് ഓഫ് ചെയ്തു, ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അല്ലേ.
ഇത് കളയാ, ഇവിടെ വരിക, റെസ്യൂമെ എന്ന് ഞാൻ കൊടുക്കും. റെസ്യൂമെ റൈറ്റ് ഒന്നും കൊടുക്കണ്ട നമ്മൾ. ഓക്കെ, നമുക്ക് എന്താ വേണ്ട വെച്ചാൽ കുത്തനെയുള്ള ഫോട്ടോസ് ആണ് എപ്പോഴും PPT ഇടേണ്ടത്. ഇല്ലെങ്കിൽ ഇറ്റ് ലുക്ക് വെരി ഓഫ് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, സിമ്പിളായിട്ട് വേറെ വല്ല കുത്തനെയുള്ള ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ. ഇല്ല. ഇനിയും തപ്പിട്ട് പോയി കഴിഞ്ഞാൽ കുറെ ഉണ്ടാവും, പക്ഷെ നമുക്ക് വേണ്ടതാവില്ല. അപ്പൊ ഇതെടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. നമുക്ക് ഫോട്ടോ കിട്ടണമായിരിക്കും നമ്മൾ ശരിക്കും തപ്പണം. അതായത് നമ്മുടെ മനസ്സിന് തോന്നണം ഇറ്റ് ഈസ് ലുക്കിംഗ് ഗുഡ് എന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ ഇത് കണ്ടോ ഇത്രയും ഭാഗം പുറത്തേക്ക് പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ക്രോപ്പിൽ പോവാ, ക്രോപ്പ് നോക്കൂ. അപ്പൊ ഇത്രയും ക്രോപ്പ് ചെയ്യണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓക്കെ ഇല്ലേ. ഇപ്പൊ എന്റെ ചെയ്തിട്ടേ ഇല്ല കേട്ടോ, ചെയ്തേട്ടാ, ഞാൻ ചെയ്തു. ഓക്കെ, ഇപ്പൊ എന്റെ 1 ആയി 2 ആയി 3 ആയി 4 ആയി അല്ലേ. എത്ര സ്ലൈഡ്സ് ഉണ്ട് നമുക്ക് ടോട്ടലായിട്ട്? 3, പിന്നെ 4, പിന്നെ 5, 6, 7 ഉള്ളൂ നമുക്ക് മൊത്തത്തിൽ. ഒരു താങ്ക് യു സ്ലൈഡ് ഉണ്ട്, അതന്നെ മൊത്തം 7 സ്ലൈഡ് ഉണ്ട്. ഓക്കെ റൈറ്റ്, ഇതായില്ലേ. ഇനി ആദ്യം ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് അത് ഏത് ഓർഡറിൽ വേണം പറഞ്ഞാൽ നമുക്ക് അതിടാം. ഓക്കെ, ഇന്റർവ്യൂ സ്കിൽസ്, ഫേസ് യുവർ ഫേസ് ഇറ്റ് വിത്ത് കോൺഫിഡൻസ്, ഓഡിയൻസിന് കോൺഫിഡൻസ്. ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യണം. കാറിൽ പോവാണെങ്കിൽ ഡാറ്റ പോയി കഴിഞ്ഞാൽ പണി. ഓക്കെ, ഞാനിവിടെ പോണു. ഞാൻ ഇന്റർവ്യൂ എടുക്കണം കേട്ടോ. എന്നിട്ട് വെയിറ്റ് ഇവിടെ നമുക്ക് ഇത് എടുക്കരുത്, ഇതൊക്കെ എന്താണ് പറയുക, പരസ്യങ്ങളാണ്. ഞാൻ അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സൈറ്റിലേക്ക് പോവാ. ഇന്റർവ്യൂവിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, അതല്ലാതെ വേറെ എന്താ ഉള്ളത് നോക്കണം. നമുക്ക് ഏകദേശം മാച്ച് ചെയ്യുന്ന ടൈപ്പ് തന്നെ വേണം. അതും നമുക്ക് പിന്നീട് വെർട്ടിക്കൽ ഫോട്ടോ. ഓക്കെ, ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. പേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സെയിം പ്രോബ്ലം ഇവിടെയുണ്ട്. അങ്ങനത്തെ കേസിൽ നമ്മൾ ആദ്യം നമുക്ക് ഇത് ഞാൻ എന്തിനാ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ പിക്ചേഴ്സ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ യൂഷ്വലി പവർ പോയിന്റ് അതിന്റെ സൈസ് കറക്റ്റ് ആക്കി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. മറ്റേത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇടാൻ നമുക്ക് കുറച്ച് സ്ഥലം വേണ്ടി. ഓക്കെ, റെഡി.
ഇപ്പൊ ഇതിന് കിട്ടുന്നില്ല വിചാരിക്കുക. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രണ്ട് പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ പിക്ചർ ഫോർമാറ്റിൽ വന്നാൽ ഇവിടെ അലൈൻ ഉണ്ടാവും. അലൈൻ മിഡിൽ കൊടുക്കുക, എല്ലാതും ഒരേ അളവിൽ വന്നു. ഓക്കെ, ഓക്കെ, ഇത്രയും ഭാഗം കഴിഞ്ഞു നമ്മൾ. റൈറ്റ്, ഇനി ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിൽ പോവാം. നമ്മുടെ ലഞ്ച് ബ്രേക്ക് ഒന്നും കൂട്ടണ്ട. ഇമെയിൽ റൈറ്റിംഗിന് മുമ്പ് ഇവിടെ ഗോ വിത്ത് ഓഫീസ് സർട്ടിഫിക്കറ്റ് ഞാൻ എടുക്കാം. ഓക്കെ, ഈ പ്രൊഫഷണൽസ് മുടക്കാറോ അത് കയറാത്തതുകൊണ്ടാണ് ഇഷ്യൂ. അപ്പൊ ഞാൻ റെഡി. ഇനി ഞാൻ കട്ട് ചെയ്യണം, ഞാൻ എടുത്ത് വെക്കണം, ഞാൻ എടുത്തു. അപ്പൊ ഇവിടെ ഇതേ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഓഫീസ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പ്രൊഫഷണൽ. ഞാൻ എന്തിനാണ് ഇത്രയും നേരം ഫോട്ടോ തപ്പാൻ എടുത്തത് വെച്ചാല് ഈ കളറിനെ മാച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണ് കൂടുതലായിട്ട് ഞാൻ എടുക്കുക. മനസ്സിലാവുന്നുണ്ട്? സോ നമ്മുടെ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എല്ലാതും വരിക. നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു ടിഞ്ച് കിട്ടണമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും യൂഷ്വലി വി ഗോ ഫോർ ഫോട്ടോ വിച്ച് എക്സാക്ട്ലി ലൈക്ക് ദിസ്. ഓക്കെ അല്ലേ? ഓഫീസ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പ്രൊഫഷണൽ നോ
നമ്മള് വേണം വെച്ച സാധനം നേരെ ഇട്ടിരുന്നു. കാരണം എന്താ വെച്ചാല് അതിന്റെ ഓർഡറിൽ മാത്രം നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് മാത്രം. ഓക്കെ. ഓക്കെ, ഇമെയിലിൻ്റെത് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അതിനെ പ്രശ്നമായിട്ട് പറ്റില്ല. വി ആർ ഓൾമോസ്റ്റ് ഓക്കെ. അല്ലേ? അപ്പൊ രണ്ടെണ്ണം അകത്തും, അതെ, ഒന്ന് പുറത്തും ഒന്ന് അകത്തും, ബാക്കി നാലിനകത്തുണ്ടാവും. എന്നാലേ കറക്റ്റ് മാച്ച് ഉണ്ടാവും. ഓക്കെ. നോ സമ്മതി. സമ്മതിയിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാല് ഐസ് ബ്രേക്കർ ആക്ടിവിറ്റി അല്ലേ? റൈറ്റ്. നമ്മൾ ഓരോന്നിനും ഹെഡിങ് എടുക്കും. അതിലെന്തൊക്കെയാ ഐസ് ബ്രേക്കർ ആക്ടിവിറ്റി വേണ്ട, കാരണം അത് ആവശ്യമില്ല. ഓക്കെ. നമ്മൾ ഫസ്റ്റ് നോക്കിയ സാധനം ഗോൾസ്. അതിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ജസ്റ്റ് ഒരു ഉള്ളടക്കം പറയും. അഥവാ വേണമെങ്കിൽ ഇത് വെക്കാം, അല്ലെങ്കിൽ വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ്. ഓക്കെ. അടുത്ത എന്താണ്? റെസ്യൂം റൈറ്റ്. അടുത്ത എന്താണ്? ഇന്റർവ്യൂ സ്കിൽസ്. അടുത്ത എന്താണ്? ഓഫീസ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പ്രൊഫഷണൽ. ഇതിനെ നമ്മൾ കൊടുക്കുന്ന ലാസ്റ്റ് സാധനം ഏതാണ്? ഇമെയിൽ റൈറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. റൈറ്റ്. ഇതാണ് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനെ പോയിട്ട് നമ്മൾ ഇതിനെ ഡേറ്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യുക വെച്ചാൽ ഈ സാധനത്തിന് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചു. നമ്മൾ അപ്ലൈ ചെയ്ത പോലെ ഇതിന്റെ ഇത് എവിടെയാ വേണ്ടത് നോക്കിയിട്ട് ഓക്കെ. റൈറ്റ്. വേണ്ട. നമ്മുടെ വ്യൂവിൽ പോയിട്ട് ലൈൻ മാസ്റ്ററിൽ പോയിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളിലൊക്കെ ഡേറ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ എനിക്ക് ഈ സാധനം ഇവിടെ വന്നു അല്ലേ? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് സമ്മറി നമ്മുടെ മറ്റേതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരും കളേഴ്സ്. ഓക്കെ. ഞാൻ കോപ്പി ചെയ്തു, ഞാനിവിടെ പോകും, ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യുക വെച്ചാൽ ഇത് ഓക്കെ.
അപ്പൊ എന്റെ മെയിൻ ഭാഗങ്ങൾ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഇതിനങ്ങനെ കോപ്പി എടുത്ത് ഞാനിവിടെ പേസ്റ്റ്. ഇവിടെ എന്താ ചെയ്യുക വെച്ചാല് ഈ ഇതേ ഡേറ്റ് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇതുണ്ട് അല്ലേ? ഇതിന് എനിക്ക് ഏത് കളറാണ് വേണ്ടത്? ഈ കളറാണ് വേണ്ടത്, റൈറ്റ്? എന്നിട്ട് നമ്മൾ സമ്മറി അല്ലെങ്കിൽ ഇതിപ്പോ നമുക്ക് ഇതെല്ലാം ഇടണമെന്നൊന്നുമില്ല. കൺക്ലൂഷൻ, സമ്മറി, നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഈ സമ്മറി ക്ലിക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ വില അങ്ങോട്ട് കുത്തനെ കാരണം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഹലോ ഫ്രൈഡേ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആബ്സ്ട്രാക്ട് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മേലെ ഇനി എന്താ ചെയ്യുക വെച്ചാൽ ഗൂഗിളിൽ പോയിട്ട് സമ്മറി ട്രാൻസ്പെറന്റ് കാരണം നമ്മുടെ PNG ഫോട്ടോ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കുക. കണ്ടോ, കുറെ എണ്ണം വരും. ഇതില് ഏതാണ് ശരിക്കുള്ള ട്രാൻസ്പെറന്റ് ആണെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവിടെ ഫുൾ ചെക്ക് പോലെ വരും. ചില സമയത്ത് വരാണ്ടിയാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നല്ലത് നോക്കിയിട്ട് അത് വരേണ്ടത് നമുക്ക് ഇതൊക്കെയാണ് ശരി. എനിക്കിപ്പോ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോഷോപ്പ് ഞാൻ നിങ്ങൾ കോപ്പി, ഓക്കെ? കാരണം ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എനിക്കിപ്പോഴും അറിയുന്നില്ല. പിന്നെ വെറുതെ നമ്മുടെ സമയം കളയണ്ട പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ നേരെ പോണു. ഞാൻ ഫോട്ടോഷോപ്പിൽ പോണു. ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഈ ബാക്ക്ഗ്രൗണ്ട് കളയണം. ഇതിൽ ഞാൻ പോയിട്ട് ഞാൻ ഇത് കളഞ്ഞു. ഫയലിൽ പോണു. PNG ആക്കിയിട്ട് ഞാൻ അവിടെ ഓക്കെ കൊടുത്തു. ഇത് ബ്ലൂ ആണ്. വൃത്തിയാവോ ഇല്ലയോ എന്നുള്ളത് കണ്ടിട്ട് തന്നെ അറിയണം. അപ്പാടാ,
വലിയ സുഖം തോന്നുന്നില്ല തോന്നുന്നില്ല. ശരി, നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ. അത് നന്നായിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇൻസേർട്ടിൽ പോയിട്ട് വേർഡ് ആർട്ടിൽ പോയിട്ട് റൈറ്റ് എടുക്കും. എന്നിട്ട് ഞാൻ അതിൽ SUMM എന്നിട്ട് അതിന്റെ ഫോണ്ട് ഇപ്പൊ 54 വന്നിട്ട് 44 സോറി, നമ്മൾ ലാസ്റ്റിൽ ശരിയാക്കിയിട്ടില്ല. അതും കൂടി ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് നടത്താം. ഓക്കെ. താങ്ക് യു സ്ലൈഡിൽ ഇതൊന്നും വേണ്ട. ഓക്കെ. വേണ്ട, ഒന്നും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട. ഇതിൽ പോവാം, സ്ലൈഡ് മാസ്റ്ററിൽ പോവാം. ഒന്നും നമുക്ക് വേണ്ട, നിൽക്കട്ടെ. ഓക്കെ. ഇത് വേണം പറഞ്ഞാൽ നമുക്ക് താങ്ക് യു സ്ലൈഡിലേക്ക് തന്നെ പോവാം. ഓക്കെ. അവിടെ പോയിട്ട് വെറുതെ പല ടൈപ്പിലുണ്ട്. പല വെറൈറ്റിയിലും താങ്ക് യു. നമുക്ക് പ്രൊഫഷണൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഫഷണൽ ഇതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതോടെ ആദ്യം പേസ്റ്റും അതുവരെ നീക്കി വെക്കും. എന്നിട്ട് ഈ സമ്മറിയില്ല, ഈ സമ്മറിനെ അങ്ങനെ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് കൺട്രോൾ C കൺട്രോൾ V കേട്ടോ. ഓക്കെ. നമ്മൾ ഇതിനെ ഡേറ്റ് എന്നിട്ട് ഇന്നത്തെ കേസുകളിൽ നമ്മൾ ബ്രിങ് ടു ഫ്രണ്ട് അടിച്ചാൽ ഇതൊന്നും വർത്തിക്കുക. ഓക്കെ. കണ്ടോ, നമുക്ക് എത്ര ഭാഗം കട്ട് കാണും നോക്കും. അപ്പൊ എങ്ങനെ ചെയ്യും? പിക്ചർ ഫോർമാറ്റ്, ക്രോപ്പ്, ഇത്രയ്ക്ക് വരെ, ഇവിടെ ഇത്രയ്ക്ക് വന്നിട്ട് എന്നിട്ട് അവിടെ കണ്ടോ ഭയങ്കര ഗ്യാപ്പാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പോവാ. ഈ സെന്റർ വേണ്ട, നമുക്ക് മിഡിലും മതി. ഓക്കെ. ഇതോടുകൂടി നമ്മുടെ പ്രസന്റേഷൻ ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ പവർ പോയിന്റ് പോയിട്ട് നമുക്ക് എടുത്തിട്ട് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഞാൻ തൽക്കാലത്തേക്ക് ഇത് തെറ്റാണ്. ഷിഫ്റ്റ് F ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ കൺട്രോൾ മാറിയിട്ടില്ലല്ലോ. ഞാൻ ചെയ്തു. ഓക്കെ. അതാണ് നമ്മുടെ ക്ലാസ്. റൈറ്റ്.